ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും എജു ഫ്ലവർ മാളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ശിശുദിന ക്യൂസ് പാർട്ട് 1. ദേശീയ തലത്തിൽ ശിശുദിനം ആചരിക്കുന്നതെന്ന്? ഉത്തരം നവംബർ 14. ശിശുദിനം ഏത് നേതാവിൻ്റെ ജന്മദിനത്തിലാണ് ആചരിക്കുന്നത്? ഉത്തരം ജവഹർലാൽ നെഹ്റുവിൻ്റെ. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജനിച്ചതെന്ന്? ഉത്തരം 1889 നവംബർ 14. ജവഹർലാൽ നെഹ്റു ജനിച്ചത് എവിടെ? ഉത്തരം അലഹബാദ്, ഉത്തർപ്രദേശ്. നെഹ്റു തൻ്റെ വിദ്യാഭ്യാസം ഏത് കോളേജിൽ നിന്നാണ് പൂർത്തിയാക്കിയത്? ഉത്തരം ട്രിനിറ്റി കോളേജ്, ലണ്ടൻ. ജവഹർലാൽ നെഹ്റു നിയമബിരുദം ഏത് സർവകലാശാലയിൽ നിന്നാണ് കരസ്ഥമാക്കിയത്? ഉത്തരം കേംബ്രിഡ്ജ് സർവകലാശാല. ജവഹർലാൽ നെഹ്റുവിൻ്റെ അച്ഛൻ്റെ പേരെന്താണ്? ഉത്തരം പണ്ഡിറ്റ് മോത്തിലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ അമ്മയുടെ പേരെന്താണ്? ഉത്തരം സ്വരൂപ് റാണി നെഹ്റു. നെഹ്റുവിൻ്റെ സഹോദരിമാർ ആരെല്ലാം? ഉത്തരം കൃഷ്ണ ഹട്ടി സിംഗ്, വിജയലക്ഷ്മി പണ്ഡിറ്റ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഏത് സഹോദരിയാണ് UN ജനറൽ അസംബ്ലിയുടെ ആദ്യ ഇന്ത്യൻ അധ്യക്ഷയായി മാറിയത്? ഉത്തരം വിജയലക്ഷ്മി പണ്ഡിറ്റ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭാര്യ ആരാണ്? ഉത്തരം കമല നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളുടെ പേരെന്ത്? ഉത്തരം ഇന്ദിരാഗാന്ധി അല്ലെങ്കിൽ ഇന്ദിരാ പ്രിയദർശിനി. ചെങ്കോട്ടയിൽ ആദ്യമായി പതാക ഉയർത്തിയ വ്യക്തി ആര്? ഉത്തരം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. നെഹ്റു ആദ്യമായി പ്രധാനമന്ത്രിയായ വേളയിൽ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ജവഹർലാൽ നെഹ്റുവിൻ്റേതായി പുറത്തിറങ്ങിയ ആദ്യത്തെ സാഹിത്യ രചന ഏത്? ഉത്തരം ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ, ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ. നെഹ്റു തൻ്റെ മകളായ ഇന്ദിരയുടെ പേരിൽ എഴുതിയ കത്ത് പ്രേംചന്ദ് ഹിന്ദിയിലേക്ക് ഏത് പേരിലാണ് വിവർത്തനം ചെയ്തത്? ഉത്തരം സൻസാർ പുസ്തക് ഹെ, ലോകം പുസ്തകമാണ്. ജവഹർലാൽ നെഹ്റുവിനെ ആദ്യമായി അറസ്റ്റ് ചെയ്തത് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടായിരുന്നു? ഉത്തരം നിസ്സഹകരണ വിപ്ലവം. നെഹ്റു ജയിലിൽ വെച്ച് എഴുതിയ പ്രസിദ്ധമായ പുസ്തകം ഏത്? ഉത്തരം ഇന്ത്യയെ കണ്ടെത്തൽ, ഡിസ്കവറി ഓഫ് ഇന്ത്യ. അഹമ്മദ് നഗർ കോട്ട ജയിലിൽ വെച്ചാണ് ഇത് അദ്ദേഹം എഴുതിയത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം ആൻ ഓട്ടോബയോഗ്രഫി. 1936 പുറത്തിറങ്ങി. ഇത് അദ്ദേഹം സമർപ്പിച്ചത് തൻ്റെ ഭാര്യ കമലക്കാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകങ്ങളുടെ ഹിന്ദി വിവർത്തനം നിർവഹിച്ചതാര്? ഉത്തരം പ്രേംചന്ദ്. നെഹ്റുവിന് ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം സമ്മാനിച്ചതെന്ന്? ഉത്തരം 1955. ജവഹർലാൽ നെഹ്റു മരണപ്പെട്ടതെന്ന്? ഉത്തരം 1964 മെയ് 27. നെഹ്റുവിൻ്റെ മരണസമയത്ത് അദ്ദേഹത്തിൻ്റെ വയസ്സ് എത്രയായിരുന്നു? ഉത്തരം 74. ജവഹർലാൽ നെഹ്റുവിൻ്റെ ശവകുടീരം എവിടെയാണുള്ളത്? ഉത്തരം ശാന്തിവനം. ലോക ശിശുദിനം ആചരിക്കുന്നതെന്ന്? ഉത്തരം നവംബർ 20. ഭാരതത്തിലെ പ്രസിദ്ധമായ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ന്യൂഡൽഹി. ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിൽ ഒരു തുറമുഖമുണ്ട്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മുംബൈ. ജവഹർലാൽ നെഹ്റു സർവകലാശാല കേന്ദ്രം അഥവാ JNU എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ന്യൂഡൽഹി. നിങ്ങൾക്ക് ചുമരിലെ ചിത്രങ്ങൾ മാറ്റാൻ കഴിയും, എന്നാൽ ചരിത്ര വസ്തുതകളെ മാറ്റാൻ സാധ്യമല്ല. ഇത് ആരുടെ വാക്കാണ്? ഉത്തരം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ. എല്ലാവർക്കും കൃത്യമായ നന്ദി അറിയിക്കുന്നു. ഇതിൻ്റെ 2ാം ഭാഗം ഈ ചാനലിൽ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാണുമല്ലോ, സപ്പോർട്ട് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ഓൾ എന്നുള്ള ബട്ടൺ അമർത്തുകയും ചെയ്യും. അതുവഴി പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്താൻ അത് ഉപകരിക്കും.